നമസ്കാരം. അസ്ട്രോളജി മാസ്റ്റർ ക്ലാസ്സിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ പരിഹാരങ്ങളായിരുന്നു പറഞ്ഞുകൊണ്ടിരുന്നത്. നമ്മൾ ആദിത്യൻ്റെ പറഞ്ഞു, സോമൻ്റെ പറഞ്ഞു, അങ്കാരകൻ്റെ പറഞ്ഞു, ബൃഹസ്പതിയുടെ പറഞ്ഞു. ആദിത്യൻ, സോമൻ, അങ്കാരകൻ, ബുധൻ, ബൃഹസ്പതി 5 പേരുടെ പറഞ്ഞു. ഇനി നമ്മൾ ശുക്രൻ്റെ പരിഹാരമാണ്. എല്ലാവർക്കും കേൾക്കാൻ ഇഷ്ടമുള്ള ഗ്രഹമാണ് ശുക്രൻ. ശുക്രൻ എന്ന് കേൾക്കുമ്പോഴേ, ശുക്രദശ എന്നൊക്കെ കേൾക്കുമ്പോൾ തന്നെ ആൾക്കാർക്ക്, ജ്യോതിഷം അധികം അറിയാത്തവർക്ക് പോലും ഒരു മനസ്സിനൊരു സന്തോഷമാണ്. അപ്പോൾ നമുക്ക് ശുക്രൻ്റെ പരിഹാരത്തിലേക്ക് കിടക്കാം. അസ്ട്രോളജി മാസ്റ്റർ ക്ലാസ്സിൻ്റെ 123 അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ശുക്രൻ്റെ കാരകധർമ്മങ്ങളെക്കുറിച്ച് മനസ്സിലാക്കാം. ശുക്രൻ്റെ കാരകധർമ്മങ്ങൾ ഏതൊക്കെയാണ്? ഭൗതിക സുഖങ്ങൾ, സൗന്ദര്യം, പുരുഷജാതകത്തിലാണെങ്കിൽ ഭാര്യ, മദന കാമ കേളികൾ. ശുക്രനെക്കുറിച്ച് പറഞ്ഞിട്ടുള്ള വീഡിയോ ഉണ്ട്, അതൊന്ന് നന്നായിട്ട് കാണുക. അതിൽ എല്ലാം വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ആ വീഡിയോ ഞാനിവിടെ കൊടുത്തിട്ടുണ്ട്, അതിൻ്റെ ലിങ്ക് അത് കാണുക. അതിൽ വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ട്, അത് കേട്ട് നോക്കുക. അതിനുശേഷം ഈ വീഡിയോ കാണുക. പൊതുവെ കാവ്യകലകൾ, ആർട്ടിസ്റ്റ് അല്ലേ, കാവ്യകലകൾ, ആസുരിക് നേച്ചർ, അസുരന്മാരുടെ ഗുരുവാണ്, ബ്രാഹ്മണനാണ്, പക്ഷേ ഒരു അസുര ബ്രാഹ്മണൻ. ഭൗതിക സുഖങ്ങൾക്ക് കൂടുതൽ ഫോക്കസ് കൊടുക്കുന്നവരാണ്. രജോ ഗുണമാണ്. കലാകാരന്മാർ അവരെല്ലാം. കാവ്യഗുണങ്ങൾ, ശയനമുറി, അന്നപൂർണേശ്വരി, യക്ഷി, ഗണപതി ഭഗവാൻ, മഹാലക്ഷ്മി, സുഗന്ധ വസ്തുക്കൾ, പെർഫ്യൂംസ്, അങ്ങനെയൊക്കെയുള്ള സാധനങ്ങൾ, നൃത്തം, കപവാദ പ്രകൃതികൾ, സ്ത്രീ സുഖം അല്ലെ ലൈംഗിക സുഖം, ശയനസുഖം, സംഗീതം, സംഗീത ഉപകരണങ്ങൾ, വശീകരണ ശക്തി, അങ്ങനെ പല കാര്യങ്ങളുമുണ്ട് ശുക്രനെ പറ്റി. ശുക്രൻ മോശമായി കഴിഞ്ഞു കഴിഞ്ഞാൽ ഭാര്യാപുത്രാദിക്ലേശം, നീച സ്ത്രീ സംസർഗം, റിലേഷൻഷിപ്പ് ഫെയില്യൂർ ആവുക, അതുമൂലം ധനനഷ്ടം, അപവാദങ്ങൾ, ഡിപ്രഷൻ, റിലേഷൻഷിപ്പ് വഴിയുള്ള ഡിപ്രഷൻസ്, പാപകർമ്മങ്ങൾ, ലൈംഗിക രോഗങ്ങൾ, രാജകോപം, തളർന്ന ശരീരം, അതുപോലെ തന്നെ കർമ്മനാശങ്ങൾ, ലൗകിക സുഖഹാനി, ധനനാശം എന്നിവയൊക്കെയാണ് പ്രധാനമായിട്ടും ശുക്രൻ മോശമായ ദശ അപഹാര കാലങ്ങളിലൊക്കെ നടക്കുന്നത്. ജാതകത്തിൽ ശുക്രൻ മോശമാവുകയും നീചനാവുക, അല്ല 6-8-12 പോവുക, ബലഹീനനാവുക, പാപകർത്തരി യോഗം, ശുക്രന് വരാൻ പറ്റുന്ന ഏറ്റവും വലിയ ദോഷം. വേറെ ഗ്രഹങ്ങൾക്ക് അത്രയും ബാധിക്കുന്ന കണ്ടിട്ടില്ല. പാപമധ്യസ്ഥിതി അല്ലെ പാപകർത്തരി യോഗം വളരെ വ്യക്തമായിട്ട് അനുഭവിക്കുന്ന കണ്ടിട്ടുള്ളത് ശുക്രനാണ്. അപ്പം ശുക്രന് അങ്ങനെയുള്ള ദോഷങ്ങളുള്ള സമയത്ത് ജനിക്കുന്ന ഒരാളിന് ചന്ദ്രനും ബുധനും കുജനും ഒക്കെ 2, 7, 12 ബലമായിട്ടൊക്കെ വന്നാൽ അവർക്കൊരു ആകർഷകത്വവും അതുപോലെ തന്നെ സ്നേഹാർദ്രമായിട്ടുള്ളൊരു മനസ്സ് അവർക്കുണ്ടാവില്ല. പ്രകടനങ്ങൾ മാത്രമേ കാണൂ. കാരണം അവർക്ക് ഉള്ളിലേക്ക് കയറി ആ എമ്പത്തറ്റിക്കൽ റൊമാൻറ്റിക് അപ്രോച്ച് അവർക്ക് ഉള്ളിൽ നിന്ന് സഹജമായിട്ട് വരണം എങ്കിൽ ശുക്രന് ബലം വേണം. ശുക്രന് ബലമില്ലാത്തവർക്ക് അതുണ്ടാവില്ല. അങ്ങനെയുള്ളവരെ സ്നേഹിച്ചാൽ ജീവിതത്തിൽ വിജയങ്ങളുണ്ടാവില്ല. റിലേഷൻഷിപ്പ് ഒരു വലിയ ദുരന്തമായി ഭവിക്കും ജീവിതത്തിൽ. മൃദുല വികാരങ്ങൾക്ക് അവരുടെ മനസ്സിൽ സ്ഥാനം ഉണ്ടാവില്ല. എല്ലാം ലോജിക്കലായിട്ടായിരിക്കും കാണുന്നത്, എല്ലാം ഈഗോയിസ്റ്റിക് ആയിട്ടായിരിക്കും കാണുന്നത്. പക്ഷേ ഇതിന് വിക്റ്റിമാവുന്ന ആൾക്കാരുണ്ടല്ലോ, ഇവരുടെ പ്രകടനങ്ങളിൽ വിശ്വസിച്ച് ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുന്നവർ, ഒരു വലിയ വീഴ്ച, ഒരു വലിയ നാശം കാത്തിരിപ്പുണ്ട്. അതിൽ നിന്ന് കരകയറുക എന്നുള്ളതാണ്. കരകയറി വന്നാൽ അങ്ങ് രക്ഷപ്പെടും, വലിയ വിജയങ്ങൾ വരും. പക്ഷെ കരകയറുക എന്നുള്ളത് അവരുടെ ലൈഫിലെ ഏറ്റവും വലിയ മോശാവസ്ഥകളിൽ ഒന്നായിരിക്കും. എന്തെന്ന് വെച്ചാൽ ഈ പരുക്കമായിട്ടുള്ള ഇവരുടെ ഉള്ളിൽ ഒരുപാട് ചിന്തകളുണ്ടാവും, ഒരുപാട് ഫാൻറ്റസികൾ. പ്രത്യേകിച്ച് രാഹു ഒക്കെ കൂടെ സ്വാധീനിച്ചു കഴിഞ്ഞ ഒരാളാണെങ്കിൽ ഒരുപാട് ഫാൻറ്റസികളുണ്ടാവും. അപ്പോൾ ആ ഫാൻറ്റസിക്ക് അനുസരിച്ച് ഇവർക്ക് മുന്നോട്ട് പോകുമ്പം പരിശുദ്ധമായ ഒരു പ്രണയത്തെക്കുറിച്ചോ, ഞാൻ പറഞ്ഞിട്ടുണ്ട് വ്യാഴത്തിന് കുറച്ച് ഭക്തിയാണ്, ഭക്തിപ്രണയമാണ്. ശുക്രൻ ബലപ്പെട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറച്ച് റൊമാൻറ്റിക് പ്രണയമാണ്. പക്ഷെ ഒരു ദാസ്യത്വം ഉണ്ടാവും, ഭയങ്കര സ്നേഹം ഉണ്ടാവും രണ്ടുപേരും തമ്മിൽ.
അവർ പക്ഷേ ഭയങ്കര അടിച്ചുപൊളി ആൾക്കാരായിരിക്കും, ഭൗതികപരമായിട്ടുള്ള കാര്യങ്ങളിലായിരിക്കും കൂടുതൽ അവരുടെ ശ്രദ്ധയിരിക്കുന്നത്. വ്യാഴം ബലപ്പെട്ടുള്ള പ്രണയം എന്ന് പറയുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഭക്തിയാണ്, അതൊരു ഭയങ്കര ഡിവോഷണലാണ്. ചിലപ്പോൾ ഒരു വർഷത്തിൽ ഒരിക്കലേ കണ്ടെന്ന് വരും, അല്ലെങ്കിൽ വർഷങ്ങൾ ഉള്ള കമ്മ്യൂണിക്കേഷൻ കുറവായിരിക്കും അവർ തമ്മിൽ, പക്ഷേ അവരുടെ ആ ബോണ്ടിങ് ഭയങ്കര സ്ട്രോങ് ആയിരിക്കും. വ്യാഴം ഇതങ്ങനെയല്ല, ഇത് അടുത്തടുത്തിരിക്കും, ടച്ച് വേണം, എപ്പോഴും ചേർന്നിരിക്കണം എന്നുള്ള ആഗ്രഹങ്ങളുണ്ടാവും. ഈ ശുക്രൻ ബലം കുറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും അവർക്ക് ആ ഒരു പരുപരുക്കൻ, ഉള്ളിലൊരു പരുപരുപ്പൊരു മരുഭൂമി പോലെയായിരിക്കും, പുറമേ കാണിക്കുന്ന പോലെയായിരിക്കും, പുറമേ കാണിക്കുന്നതൊക്കെ ഉണ്ടാവും റൊമാൻറ്റിക് നേച്ചർ. അപ്പം അതുകൊണ്ട് ഇവരുടെ ഉള്ളിൽ ആ പരിശുദ്ധ വികാരങ്ങൾക്കോ പരിശുദ്ധ സങ്കല്പങ്ങൾക്കോ തൻ്റെ പെയറായിട്ടിരിക്കുന്ന ആൾ ഒരു മനുഷ്യനാണെന്നുള്ള കൺസിഡറേഷനോ ഒന്നും ഉണ്ടാവില്ല. അതിനൊക്കെ മുകളിലായിരിക്കും അവരുടെ ഈഗോ. നമ്മളെപ്പോഴും ഈ റിലേഷൻഷിപ്പിൻ്റെ ഒരുപാട് പേരുടെ അടുത്ത് വരുമ്പോൾ ഞാൻ ഈ ശുക്രനെയും അവരുടെ ദശയും രാഹുവിനെയും ഒക്കെ ഞാൻ നോക്കും. പ്രത്യേകിച്ച് 2ഉം 4ഉം 7ഉം 12ഉം ഭാവങ്ങളുടെയൊക്കെ ഒരു കണക്ഷൻസ്, 5ആം ഭാവത്തിൻ്റെ കണക്ഷൻസ്, ഇതെല്ലാം ഞാൻ എടുത്തു വെച്ച് നോക്കുമ്പം പലപ്പോഴും വിക്റ്റിം ആവുന്ന ആൾക്കാരുടെ ഒരു തോന്നലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരുടെ കുഴപ്പം കൊണ്ടാണോ ഇങ്ങനെ സംഭവിക്കുന്നത്. പ്രത്യേകിച്ച് പുരുഷന്മാർക്ക്, ആണുങ്ങൾക്ക്. നിങ്ങൾ ആ ബ്രേക്കപ്പ് ആവുന്നതിന് തൊട്ട് മുമ്പുള്ള ഒരു വർഷക്കാലം അല്ലെങ്കിൽ ഒരു 6 മാസക്കാലം നിങ്ങളൊന്ന് എടുത്ത് പരിശോധിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. പ്രത്യേകിച്ച് അവരുടെ ജാതകവും കൂടെ നമ്മൾ നോക്കിക്കഴിയുമ്പോൾ വളരെ വ്യക്തമായിട്ട് മനസ്സിലാവും. നിങ്ങളുടെ ആവശ്യം അവർക്ക് കഴിഞ്ഞു, അവരുടെ ചോയ്സ് കഴിഞ്ഞു. പ്രത്യേകിച്ച് ബുധനൊക്കെയാണ് ബലം വരുന്നതെങ്കിൽ, ബുധനും ചന്ദ്രനും ഒക്കെ ആണെങ്കിൽ അവരുടെ മുന്നോട്ടുള്ള യാത്രയിൽ നിങ്ങളോടുള്ള എക്സൈറ്റ്മെൻറ്റും ഫാൻറ്റസികളും ഒക്കെ കഴിഞ്ഞു, അടുത്ത ചോയ്സുകൾ വന്നു തുടങ്ങി. അപ്പം ഈ ശുക്രന് ബലമുള്ള നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ കാണിച്ച ആ റൊമാൻറ്റിക്, ആ പ്രണയത്തിൻ്റെ ഒരു ഗ്രഹാതുരത്വമോ ഒന്നും അതിലുണ്ടാവില്ല. കാരണം അവിടെ അപ്പുറത്ത് സ്വാധീനിച്ചിരിക്കുന്നത് ബുധനം, ശനിയാണെങ്കിൽ പിന്നെയും കുഴപ്പമില്ല, ബുധനോ രാഹുവോ അല്ലെങ്കിൽ ചന്ദ്രനോ ഒക്കെ ആയിരിക്കും. ചന്ദ്രനാണെങ്കിൽ കുറച്ചുകൂടെ ഭേദം ഉണ്ടാവും. ഫിസിക്കൽ ആൻഡ് ഇമോഷണൽ ഇൻഫിഡിലേഷൻ ഉള്ളവർക്ക് ശുക്രൻ ജാതകത്തിൽ ബലക്കുറവായിരിക്കും. ശുക്രൻ ജാതകത്തിൽ ബലപ്പെട്ട ഒരാൾക്ക് പ്രണയത്തോടും പ്രണയലീലകളോടും മദനകാമലീലകളോടും ഒക്കെ വളരെ പരിശുദ്ധമായ ഒരു കാഴ്ചപ്പാടായിരിക്കും. ലൈഫ് ലോങ് അത് കൊണ്ടുപോകണം, അല്ലെങ്കിൽ അതെൻ്റെ ജീവൻ്റെ ഭാഗമാണ്, ജീവിതത്തിൻ്റെ ഭാഗമാണെന്നുള്ള അത്ര ആത്മാർത്ഥമായിട്ടായിരിക്കും ചെയ്യുന്നത്. ശുക്രൻ്റെ ബലക്ഷയം എന്ന് പറയുന്നത് വാസ്തവത്തിൽ അതിനകത്ത് അവർ മാത്രമേ ഉണ്ടാവൂ. എൻ്റെ കാര്യം, എൻ്റെ തല, എൻ്റെ ഈഗോ, എനിക്കിപ്പം നിവൃത്തികേടൊന്നുമില്ല, അതുകൊണ്ട് തന്നെ അത് കഴിഞ്ഞു, ഇത്രയേ ഉള്ളൂ, അവരെങ്ങനെയെങ്കിലും ജീവിച്ചോളും, ഇങ്ങനെയുള്ള ആറ്റിറ്റ്യൂഡ് വരും. പരാജയപ്പെട്ടിട്ടുള്ളവരാണെങ്കിൽ അത് വിഷമിക്കേണ്ട, അവരുടെ ജാതകത്തിന് നിങ്ങൾ രക്ഷപ്പെട്ടു എന്ന് കരുതിയാൽ മതി. ഞാൻ ജാതകമൊക്കെ കണ്ടിട്ടുള്ള ഒരുപാട് മനുഷ്യരെ കണ്ട അനുഭവങ്ങളിൽ നിന്നുമാണ് ഞാൻ ഈ പറയുന്നത്. നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിലൊക്കെ സ്വാധീനിച്ചിട്ടുണ്ടെങ്കിൽ, അങ്ങനെയൊക്കെയുള്ള ബുദ്ധിമുട്ടുകളിലൂടെ നിങ്ങൾ കടന്നു പോകുന്നുണ്ടെങ്കിൽ, നിങ്ങൾ ഈശ്വരനെ ആശ്രയിച്ച് അതിൽ നിന്നൊക്കെ പുറത്തു നിങ്ങൾ നിങ്ങളുടെ ജീവിതം നോക്കുക. ആ ഏരിയയിലേക്കൊന്നും തിരിച്ച് മടങ്ങാതിരിക്കാൻ ശ്രദ്ധിക്കുക. പ്രത്യേകിച്ചൊന്നും കിട്ടാനില്ല അതിൽ നിന്നും. നിങ്ങളുടെ ജാതകത്തിൻ്റെ ദുരിത സമയത്ത് സംഭവിച്ച കർമ്മദോഷങ്ങളാണ്, അത്രയും കർമ്മം നിങ്ങളെ വലിച്ചുകൊണ്ടങ്ങ് പോയി എന്ന് സങ്കല്പിച്ച് പ്രാർത്ഥിച്ച് ഈശ്വരനെ ആശ്രയിച്ച് മുന്നോട്ട് പോവുക. എന്നിട്ട് ശുക്രൻ ജാതകത്തിൽ എന്തെങ്കിലുമൊക്കെ മോശാവസ്ഥകളിലാണെന്നുണ്ടെങ്കിൽ അതിന് വേണ്ട പരിഹാരങ്ങൾ ചെയ്ത് മുന്നോട്ട് പോവുക. പ്രത്യേകിച്ച് ആരുടെയും മാനസികമോ ശാരീരികമായിട്ടോ ആരെയും വേദനിപ്പിക്കാതിരിക്കുക. കാരണം അത് വല്ലാണ്ട് ഒരിക്കലും മനസമാധാനം തരാത്ത രീതിയിൽ ശുക്രൻ്റെ ശാപം വാങ്ങിവെക്കും എന്നാണ് ആചാര്യന്മാർ പറയുന്നത്. ഈ ജന്മത്തിൽ നമുക്ക് അങ്ങനെയൊക്കെ കിട്ടുന്നുണ്ടെങ്കിൽ, നമ്മുടെ ജാതകത്തിൽ ശുക്രൻ അത്രയും പിഴച്ചൊക്കെ പോയിട്ടുണ്ടെങ്കിൽ, പൂർവ്വജന്മത്തിൽ നമ്മൾ അത്രയൊക്കെ ദുരിതങ്ങൾ, മറ്റുള്ളവരെ ഇമോഷണലി ഹൈജാക്ക് ചെയ്തിട്ടുണ്ടാവും ശുക്രൻ്റെ കാരകത്വം വെച്ചിട്ട്. ശുക്രൻ്റെ കാരകത്വം എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും പ്രണയവും ബന്ധവുമാണ്, റിലേഷൻഷിപ്പുമാണല്ലോ. അപ്പോൾ അങ്ങനെ ഉണ്ടാവും. അപ്പോൾ അതിൽ നിന്നൊക്കെ പുറത്തു ചാടാൻ വേണ്ട പരിഹാരങ്ങൾ നമ്മൾ ചെയ്യണം. അതെന്തൊക്കെയാണെന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. ഒന്നുകൂടി ഓർത്ത് വെച്ചോളുക, ശുക്രൻ ബലമുണ്ടെങ്കിലും അനിഷ്ടഭാവാധിപനായി കഴിഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ദോഷം എന്തായാലും വരും. പ്രത്യേകിച്ച് പ്രണയ നിരാശ, എതിർപ്പ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ അനുഭവിക്കേണ്ടതായിട്ട് വരും. ദാമ്പത്യം ഇവർക്ക് സുഖകരമായിരിക്കത്തില്ല മിക്കവാറും. ബലവാനായ ശുക്രൻ ജാതകത്തിൽ അനിഷ്ട സ്ഥാനാധിപനായി കഴിഞ്ഞാൽ അമിതമായിട്ടുള്ള ലൈംഗിക കാമാസക്തി ഇവർക്ക് ഉള്ളവരായിരിക്കും. തൽനിമിത്തമുള്ള ബുദ്ധിമുട്ടുകൾ ഇവർക്ക് വരുന്നതായിട്ടും കണ്ടിട്ടുണ്ട്.
ഈ ശുക്രന് വ്യാഴദൃഷ്ടിയില്ലാതെ രാഹുവിൻ്റെ യോഗം, രാഹുവിൻ്റെ നക്ഷത്രത്തിൽ നിൽക്കുക, കുജൻ്റെയും ശനിയുടെയും യോഗമൊക്കെ വരികയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ഇവർക്ക് ലൈംഗിക വൈകൃതങ്ങളോ ലൈംഗിക കുറ്റവാളികളോ ഒക്കെ ആയി മാറാനുള്ള സാധ്യതകൾ ഉണ്ട്. ഇങ്ങനെ എന്തെങ്കിലും ശ്രദ്ധയിൽപ്പെട്ടാൽ ഈ കൂട്ടർ ഉറപ്പായിട്ടും ശുക്രന് വേണ്ട പരിഹാരങ്ങൾ ചെയ്യേണ്ടതാണ്. ശുക്രൻ ജാതകത്തിൽ ദുർബലനായാലും നമ്മൾ എത്ര നല്ല രീതിയിൽ വേഷവിധാനങ്ങൾ ചെയ്ത് നമ്മൾ ശുക്രൻ്റെയാണ് മേക്കപ്പൊക്കെ, അപ്പം നല്ല രീതിയിൽ നടക്കാൻ, നല്ല എലഗൻ്റായിട്ട് നടക്കാനൊക്കെ നോക്കിയാലും ആൾക്കാർക്കത് ഫീൽ ചെയ്യത്തില്ല. നമുക്കതങ്ങനെ കോൺഫിഡൻസ് ഡൗൺ ആവുന്നതും ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട് പലരുടെയും. പുരുഷന്മാർക്ക് സ്ത്രീകളോടും സ്ത്രീകൾക്ക് പുരുഷന്മാരോടും അവരുടെ ഉള്ളു തുറന്ന് സംസാരിക്കാനോ അവരുടെ ശരിയായ താല്പര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കാനോ കഴിയുകയില്ല. ശുക്രൻ്റെ ബലക്ഷയം ആത്മാർത്ഥമായിട്ടുള്ള ഒരു ബന്ധം തകർത്ത് കളയും എന്നുള്ളതാണ്. അവർ ജസ്റ്റ് ഒരു ഫൺ പോലെയാണ്. അവരെന്തിനെങ്കിലും ഒരു ഊന്നുവടി പോലെയായിരിക്കും പല ബന്ധങ്ങളും ഇവർ കാണുന്നത്. ഇന്നത്തെ കാലത്ത് പറഞ്ഞാൽ സിറ്റുവേഷൻഷിപ്പ് പോലെയോ അല്ലെങ്കിൽ ജസ്റ്റ് ഫൺ പോലെയോ അല്ലെങ്കിൽ എന്തെങ്കിലും ബെനിഫിറ്റ്സിന് വേണ്ടിയോ ഒക്കെ ആയിരിക്കും അത് അങ്ങനെ ബന്ധങ്ങൾ ചിന്തിക്കുന്നത്. ശുക്രന് ബലക്ഷയം വന്നാലേ പറ്റത്തുള്ളൂ. ഒരു മനുഷ്യനെ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുന്ന ഒരാളെ വേദനിപ്പിക്കാൻ അത് കഴിയില്ല. അത് ആണിനും കഴിയില്ല, പെണ്ണിനും കഴിയില്ല. സംഗീതം, കലകൾ, അതുപോലെ തന്നെ ശുക്രൻ്റെ കാരകത്വത്തിലുള്ള പല കാര്യങ്ങൾ ഇവർക്ക് ആസ്വദിക്കാനോ അതിനുവേണ്ടി മെനക്കെടാനോ ഒന്നും ഇവർക്ക് കഴിയില്ല. ശുക്രന് വില കുറയുകയും ബുധന് വില കൂടുകയും ചെയ്ത് കഴിഞ്ഞാൽ പുറമേ എല്ലാം കാണിക്കുമെങ്കിലും ഉള്ളുകൊണ്ട് ഒന്നും ഉണ്ടാവുകയില്ല. അതുപോലെ തന്നെ ഇവരുടെ വൃക്കകൾ, കിഡ്നിക്ക്, അതേപോലെ തന്നെ ഗ്ലൂക്കോസ് സംബന്ധമായിട്ടുള്ള നമ്മുടെ പാൻക്രിയാസ് ഗ്രന്ഥി, അതുപോലെ തന്നെ ഡയബറ്റിക്സ്, അതിൻ്റെ പല വേർഷൻസ്, ഉത്പാദനേന്ദ്രിയങ്ങൾക്ക് ഉണ്ടാകുന്ന ദോഷങ്ങൾ, ഇൻഫെക്ഷൻസ്, അസുഖങ്ങൾ, അസ്ഥിരോഗങ്ങൾ, മൂത്രാശയ രോഗങ്ങൾ, ഹൃദയജന്യ രോഗങ്ങൾ, ബുധനും രാഹുവും ശുക്രനോടൊരു കോമ്പിനേഷൻ വന്നു കഴിഞ്ഞാൽ അലർജറ്റിക് രോഗങ്ങൾ, പ്രത്യേകിച്ച് തൊലിയൊക്കെ വിളക്കുന്ന പാണ്ട് പോലുള്ള രോഗങ്ങൾ, ഇവയൊക്കെ കാണാം നമുക്ക്. അപ്പം അതുപോലെ ശുക്രൻ്റെ സ്നാനം എന്തൊക്കെയാണെന്ന് നോക്കാം. നമ്മൾ ശരിക്കും ഗംഗാസ്നാനം പോലുള്ള കാര്യങ്ങൾ ചെയ്യുക. കാശിയിൽ പോകുന്നത് വളരെ വിശേഷമാണ് കേട്ടോ. ഗംഗാസ്നാനമൊക്കെ കഴിഞ്ഞ് വിശ്വനാഥ സ്വാമിയെ തൊഴുതിട്ട് അദ്ദേഹത്തിൻ്റെ പത്നിയായിട്ടുള്ള അന്നപൂർണേശ്വരി ഭഗവതിയെ പോയി തൊഴുത് പ്രാർത്ഥിച്ച് നിങ്ങൾ അവിടെ ഇരുന്ന് നന്നായിട്ട് മെഡിറ്റേഷനൊക്കെ ചെയ്ത് നന്നായിട്ട് പ്രാർത്ഥിക്കുന്നത് നന്നായിരിക്കും. ശുക്രൻ ഒരു വലിയ പരിഹാരമാണ് അത് കേട്ടോ. കാരണം അന്നപൂർണേശ്വരി ശുക്രൻ്റെ പരിഹാരമാണ്. അതേപോലെ തന്നെ ഗണപതി ക്ഷേത്രങ്ങൾ, മഹാലക്ഷ്മി ക്ഷേത്രങ്ങൾ, ഇവിടെയൊക്കെ പോകുക. പ്രത്യേകിച്ച് ഈ പ്രാചീനമായിട്ടുള്ള സ്ഥലങ്ങൾ, അവിടെയൊക്കെ പോയി മുങ്ങി സ്നാനമൊക്കെ കഴിച്ച് ചെയ്യുന്നത് നന്നായിരിക്കും. ഇന്നും ഇപ്പോൾ അവിടെ പോകാൻ പറ്റത്തില്ലല്ലോ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ഗംഗാ യമുന ജൈവ എന്നുള്ള സപ്ത നദീ മന്ത്രങ്ങൾ ജപിച്ച് 3 മഗ് വെള്ളമെടുത്ത് ശിരസിലൊഴിച്ച് ഗംഗാ സ്നാനം സങ്കല്പിച്ച് അല്ലെങ്കിൽ നദീ സ്നാനങ്ങളെ സങ്കല്പിച്ച് നമ്മൾ ഡെയിലി നമ്മുടെ ജീവിതത്തിൻ്റെ ഇതിലേക്ക് പോവുക. ഒന്നത്. രണ്ടാമത്തേത് ഔഷധ സ്നാനമാണ്. ഔഷധം കൂട്ടി തിളപ്പിച്ച് കഷായം ഉണ്ടാക്കി അത് കലശത്തിൽ നിറച്ച് അത് ശുക്രൻ്റെ പൂജകൾ ചെയ്ത് ജാതകദോഷമുള്ള ആളിൽ അഭിഷേകിക്കുന്ന ക്രിയയാണ്. അതിൻ്റെ ദ്രവ്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. ഏലം, പുഷ്കരമൂലം, പാഞ്ചോറ്റി കേസരം, കുങ്കുമം, കരിമ്പ് എന്നിവയിട്ട് തിളപ്പിച്ച വെള്ളം പറ്റിച്ച് 4-1 പറ്റിച്ച് കലശക്കുടത്തിൽ നിറച്ച് കലശം പൂജിച്ച് അഭിഷേകം കഴിക്കാം. അതുപോലെ തന്നെ മരമഞ്ഞൾ 6 കഴഞ്ചെടുത്തിട്ട് ഇടിച്ച് ചതച്ച് തിളപ്പിച്ച് പറ്റിച്ച് അതേപോലെ തന്നെ അത് കലശക്കുടത്തിൽ നിറച്ച് കലശം പൂജിച്ച് അഭിഷേകിക്കാം. ഇതാണ് ഔഷധ സ്നാനം. വസ്ത്രധാരണത്തിന് ശുക്രന് ഡിസൈൻ ചെയ്ത എല്ലാ വസ്ത്രങ്ങളും ആക്ച്വലി ശുക്രൻ്റെ ആണ് കേട്ടോ. അപ്പോൾ നോക്കുമ്പോൾ എല്ലാ കളറും വരാം. പൊതുവെ വെള്ള നിറമാണ് ശുക്രൻ്റേത്. വെള്ള നിറമുള്ള വസ്ത്രങ്ങളാണ് ഡിസൈൻ ചെയ്തിട്ട് സ്പെഷ്യലായിട്ട് ഡിസൈൻ ചെയ്യുന്ന വസ്ത്രങ്ങളെല്ലാം നമ്മൾക്ക് വേണ്ടി ചെയ്യുന്ന ഒരു ആർട്ടിസ്റ്റിനെ വെച്ച് ചെയ്യുന്ന ഒരു ആർട്ടിസ്റ്റിൻ്റെ കഴിവുകളുള്ള വസ്ത്രങ്ങൾ, വളരെ വെറൈറ്റി ആയിട്ടിരിക്കുന്നതെല്ലാം ശുക്രൻ്റെ കാരകത്വത്തിലുള്ളതാണ്. അതിൽ ഇളനീല വരാം, വെള്ള വരാം, നേർത്ത മഴവില്ലിൻ്റെ നിറം വരാം. പിന്നെ യുണീക്കായിട്ട് ചെയ്യുന്നതെല്ലാം. ഇപ്പം എനിക്ക് വേണ്ടി ഒരാൾ യുണീക്കായിട്ടൊരു ഡ്രസ്സ് ഡിസൈൻ ചെയ്ത് തന്നാൽ അത് ശുക്രൻ്റെ കാരകത്വമാണ്. പക്ഷേ അതേപോലത്തെ ഇപ്പോൾ ഞാൻ ഇട്ടിരിക്കുന്ന ഈ ഷർട്ട് പോലത്തെ വേറെ ഒരുപാട് പേർക്കുണ്ടാവും. ഒരു ബ്രാൻഡിൻ്റെയാണത്. അപ്പോൾ അത് ആ വസ്ത്രത്തിൻ്റെ നിറം മാത്രം നോക്കിയാൽ മതി. ഇപ്പോൾ നീലയാണ്, അപ്പം അത് വേറെ ഒരു ഗ്രഹത്തിൻ്റെ കാരകത്വം വരും. അപ്പോൾ അങ്ങനെയല്ല, നമുക്ക് വേണ്ടി ഒരാൾ യുണീക്കായിട്ട് ചെയ്തു വരുമ്പം
നമ്മുടെ കയ്യിൽ മാത്രമേ ഉള്ളൂ. ആ യുണീക്ക് ഡിസൈൻ അത് ശുക്രനാണ്. ശുക്രപ്രീതിക്ക് പൊതുവേ പുഷ്പാഞ്ജലി കഴിക്കേണ്ടതൊക്കെ വെള്ള പുഷ്പങ്ങൾ കൊണ്ടാണ്. പ്രത്യേകിച്ച് മണമുള്ള സുഗന്ധമുള്ള വെളുത്ത പുഷ്പങ്ങൾ, ഗന്ധരാജൻ, അതേപോലെ മുല്ലപ്പൂവ്, ഇതൊക്കെയാണ് ശുക്രൻ്റെ ഇഷ്ടപുഷ്പങ്ങൾ. വെളുത്ത പുഷ്പങ്ങളാണ് പ്രധാനം. ശുക്രൻ്റെ ശക്തി കൂട്ടാൻ വേണ്ടി ഉപയോഗിക്കേണ്ട രത്നം എന്ന് പറയുന്നത് ഡയമണ്ടാണ്, വജ്രമാണ്. വജ്രം ഇന്നൊരു വലിയ ബിസിനസ്സാണ്. അതുകൊണ്ട് തന്നെ ഞാൻ ആ വിഷയം ഇവിടെ വെച്ചങ്ങ് നിർത്തുകയാണ്. അത് സ്ക്രാച്ചുകളില്ലാത്ത, ഡാർക്ക് ഷെയ്ഡുകളില്ലാത്ത വജ്രം നല്ലത് കിട്ടട്ടെ. അങ്ങനെ നല്ല വജ്രം നിങ്ങൾക്ക് കിട്ടുകയാണെങ്കിൽ 1 ക്യാരറ്റിൽ കുറയാതെ വേണം അത് ഇടാൻ. അത് സ്വർണ്ണമോതിരത്തിൽ വജ്രം വെച്ച് അടിഭാഗമൊക്കെ തുറന്ന് അതിൽ ഷോഡശോപചാരങ്ങളോട് കൂടിയിട്ടുള്ള ശുക്രപൂജകൾ ചെയ്ത് വജ്രം ശുദ്ധി വരുത്തി വേണം ധരിക്കാൻ. അങ്ങനെ ധരിച്ചാൽ അത് ഗുണമുണ്ടായി കണ്ടിട്ടുണ്ട്. പക്ഷേ ശുക്രൻ ബലക്കുറവുള്ള ഒരു വജ്രത്തെ ധരിക്കാതിരിക്കുന്നതാണ് നല്ലത്. ധരിക്കുന്ന കാലം മുതൽ ഒരുപാട് പ്രശ്നങ്ങൾ വരെ ഉണ്ടാവുന്നതും കണ്ടിട്ടുണ്ട്. എന്ത് തന്നെ ആയാലും അതൊക്കെ യുക്തിപൂർവ്വം ചെയ്യുക. ശുക്രപ്രീതിക്ക് ശുക്രയന്ത്രങ്ങളുണ്ട്. അതേപോലെ തന്നെ മഹാലക്ഷ്മി യന്ത്രം, ഗണപതി യന്ത്രം, യക്ഷി യന്ത്രങ്ങൾ, അന്നപൂർണേശ്വരി യന്ത്രം, അതുപോലെ നിരവധി യന്ത്രങ്ങളുണ്ട്. അത് അവരവരുടെ ജാതകത്തിന് സൂട്ട് ചെയ്യുന്നതിനനുസരിച്ച് ദശാപരിഹാരങ്ങൾ നോക്കിയിട്ട് വേണ്ടത് യുക്തി പോലെ ചെയ്തു കൊള്ളുക. അതൊരു ആചാര്യൻ്റെ നിർദ്ദേശം എന്തായാലും വാങ്ങുന്നതാണ് ഇതിനകത്തൊക്കെ നല്ലത് കേട്ടോ. ശുക്രപ്രീതിക്ക് വെള്ളിയാഴ്ച വ്രതം എടുക്കുന്നതാണ് നല്ലത്. വെള്ളിയാഴ്ച ദിവസങ്ങളിലെ സർവൈശ്വര്യ പൂജകൾ അതിലൊക്കെ പങ്കെടുക്കുന്നത്, ക്ഷേത്രങ്ങളിലൊക്കെ നടത്തുന്നത്, ദേവീക്ഷേത്രങ്ങളിലൊക്കെ നടത്തുന്നത്, മഹാലക്ഷ്മി അന്നപൂർണേശ്വരി ക്ഷേത്രങ്ങളിൽ പോയി തൊഴുന്നത്, വെള്ളിയാഴ്ച ഗണപതി ക്ഷേത്രത്തിൽ പോയി തൊഴുന്നത്, വേണ്ട പരിഹാരങ്ങൾ ചെയ്യുന്നത്, ഇതെല്ലാം ഭൗതിക അഭിവൃദ്ധിക്ക്, സർവ്വ ഐശ്വര്യങ്ങൾ ഉണ്ടാവുന്ന കാര്യങ്ങൾക്ക് വളരെ നല്ലതാണ്. നെയ്യ് ചേർത്ത ഹവിസോ അല്ലെങ്കിൽ നെയ്പായസമോ ആണ് വാസ്തവത്തിൽ ശുക്രൻ്റെ നിവേദ്യം. ഈ നിവേദ്യത്തോടു കൂടിയിട്ടുള്ള ശുക്രപൂജ അതിവിശേഷമാണ്. അതേപോലെ തന്നെ ശുക്രപ്രീതിക്ക് അത്തിച്ചമതയാണ് ഹോമിക്കേണ്ടത്. ഹോമവും ക്രിയകളും ഒക്കെ ഒരു ആചാര്യൻ്റെ നിർദ്ദേശത്തോടു കൂടിയോ അല്ലെങ്കിൽ പഠിച്ചോ ചെയ്യണം. 1 ചാൺ നീളത്തിലുള്ള അത്തി 108 1008 10008 ഒക്കെ ശുക്രമന്ത്രങ്ങൾ കൊണ്ട് ഹോമിക്കുന്നതും ദോഷപരിഹാരമാണ്. ശുക്രപൂജ കഴിച്ചിട്ട് വേണം അത് ചെയ്യാൻ. നെയ്യ് വീഴ്ത്തിയ പായസമാണ് അല്ലെങ്കിൽ നെയ്യ് ചേർത്ത ഹവിസാണ് ഭഗവാന്റെ നിവേദ്യം. വെള്ളി ഒരു ദാനവസ്തുവാണ്. വെള്ളിയിൽ തീർത്ത ശുക്രപ്രതിമ, വെള്ളിയിൽ തീർത്ത മഹാലക്ഷ്മി പ്രതിമ, വെള്ളി ആഭരണങ്ങൾ മഹാലക്ഷ്മിക്കും യക്ഷിക്കും സമർപ്പിക്കുന്നത്, വെള്ളി ആഭരണങ്ങൾ അന്നപൂർണേശ്വരിക്ക് സമർപ്പിക്കുന്നത്, വെള്ളി ആഭരണങ്ങൾ ഉത്തമയായിട്ടുള്ള സ്ത്രീകൾക്ക് സമർപ്പിക്കുന്നത്, സുമംഗലികൾക്ക് അതായത് സുവാസിനി പൂജ നടത്തുന്നത് വളരെ വിശേഷമാണ്. അതുപോലെ തന്നെ സുമംഗലികളായിട്ടുള്ള സ്ത്രീകൾക്ക് വസ്ത്രങ്ങൾ വാങ്ങി നൽകുന്നത് വളരെ വിശേഷമാണ്. ഇതൊക്കെ ശുക്രൻ്റെ പ്രീതിക്ക് വളരെ നല്ലതാണ്. അതുപോലെ തന്നെ അമരപ്പയർ കൊണ്ട് തുലാഭാരം നടത്തുന്നത് വളരെ വിശേഷമാട്ടോ. ശുക്രൻ്റെ പരിഹാരമാണത്. അല്ലെങ്കിൽ അമരദാനം ചെയ്യുന്നതും വളരെ വിശേഷമാണ്. അതുപോലെ വലിയ വലിയ പ്രശ്നങ്ങളും ശുക്രനിമിത്തമുള്ള വലിയ വലിയ ദുരിതങ്ങളും ഒക്കെ വരികയാണെങ്കിൽ, ദാമ്പത്യ ദുരിതം അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ വരികയാണെങ്കിൽ, സാമ്പത്തികം ഉണ്ടെങ്കിൽ വെളുത്ത പശുവിനെ ദാനം ചെയ്യുന്നത്, വെളുത്ത കുതിരയെ ദാനം ചെയ്യുന്നത്, വെള്ളിപ്രതിമകൾ ശുക്രക്ഷേത്രത്തിൽ ദാനം ചെയ്യുന്നത് ഒക്കെ വളരെ വിശേഷമായിട്ടുള്ള പരിഹാരങ്ങൾ തന്നെയാണ്. അത് ഫലമാവുകയും ചെയ്യും കേട്ടോ. അതുപോലെ തന്നെ മന്ത്രങ്ങളും സ്തോത്രങ്ങളും ജപിക്കുന്നത്, മഹാലക്ഷ്മി അഷ്ടകം ജപിക്കുന്നത്, അഷ്ടലക്ഷ്മി മഹാമന്ത്രങ്ങൾ ജപിക്കുന്നത്, മഹാലക്ഷ്മി കവചങ്ങൾ ജപിക്കുന്നത്, മഹാലക്ഷ്മി അഷ്ടോത്തര ശതം ജപിക്കുന്നത്, അന്നപൂർണേശ്വരിയുടെ അഷ്ടോത്തര ശതം ജപിക്കുന്നത്, ഗണപതി അഷ്ടോത്തര ശതം ജപിക്കുന്നത്, ഗണപതി സഹസ്രനാമം ജപിക്കുന്നത്, മഹാലക്ഷ്മി സഹസ്രനാമം ജപിക്കുന്നത്, അല്ലെങ്കിൽ എന്താ പറയുക, മഹാലക്ഷ്മി ക്ഷേത്രം, ഗണപതി ക്ഷേത്രം ഇവിടെയൊക്കെ പോയി തൊഴുന്നത്, വേണ്ട പരിഹാരങ്ങൾ ചെയ്യുന്നത്, ഇതൊക്കെ ആണ് ശുക്രനുള്ള പരിഹാരങ്ങൾ. അതുപോലെ തന്നെ ഇഷ്ടം പോലെ സ്തോത്രങ്ങളുണ്ട്. ഗണപതി സ്തോത്രങ്ങൾ, അതേപോലെ തന്നെ മഹാലക്ഷ്മി സ്തോത്രങ്ങൾ, അതേപോലെ അന്നപൂർണേശ്വരി സ്തോത്രങ്ങൾ, ഇതൊക്കെ വേണ്ടതുപോലെ അവരവരുടെ കഴിവിനനുസരിച്ച് ചെയ്താൽ അതിനുള്ളൊരു ഫലം ഉണ്ടാവും. അതുപോലെ തന്നെ ശുക്രൻ്റെ മന്ത്രങ്ങളുണ്ട്. അത് ഗുരുമുഖത്ത് നിന്ന് തന്നെ കേട്ട് പഠിച്ച് ചെയ്യുക. ശുക്രൻ്റെ നാമമന്ത്രമുണ്ട്, ഓം ശുക്രായ നമ, അതങ്ങ് ജപിച്ചാൽ മതി, അത് ജപിക്കുക. അതുപോലെ തന്നെ താന്ത്രിക മന്ത്രങ്ങളുണ്ട്, ഓം ദ്രാം എന്നൊക്കെ തുടങ്ങിയിട്ട് നീളത്തിലുള്ള ശുക്രൻ്റെ താന്ത്രിക മന്ത്രങ്ങളുണ്ട്. ഒരുപാട് ബീജാക്ഷരങ്ങളുള്ള അതിൻ്റെ ന്യാസക്രമങ്ങളോട് കൂടിയിട്ട് ഗുരുമുഖത്ത് നിന്ന് തന്നെ പഠിച്ച് ചെയ്യാൻ നോക്കുക. ഇതൊക്കെയാണ് ശുക്രൻ ദോഷമുള്ളവർക്കുള്ള പരിഹാരം. ആ വഴിയിലൂടെ തന്നെ ഏതൊരു വിഷയത്തിലാണ് ദോഷമുള്ളത് നമ്മൾ ചെന്ന് പെട്ടുപോയത്, ആ പെട്ട വഴിയിലൂടെ തന്നെ അതിൻ്റെ ഏറ്റവും ഉത്തമമായ വശങ്ങളിലേക്ക് നമ്മൾ എത്തിപ്പെടാൻ വേണ്ടിയിട്ടാണ്, ആ വിഷയം പരിഹരിച്ച് മുന്നോട്ട് പോകാനാണ് പരിഹാരങ്ങൾ ചെയ്യേണ്ടത്. അത് നമ്മളുടെ ദോഷത്തിൻ്റെ അളവനുസരിച്ച് പരിഹാരങ്ങളുടെ അളവ് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യണം.
അവരവരുടെ കഴിവ് പോലെയാണ് അതെല്ലാം കേട്ടോ. അവസ്ഥയുണ്ടെങ്കിൽ അത് ചെയ്യുക തന്നെ വേണം. ദശമഹാവിദ്യകളിൽ കമല, ശ്രീ കമല മഹാലക്ഷ്മി തന്നെയാണ് ശുക്രൻ്റെ അതിദേവത. കമലയെ ആശ്രയിക്കാം. ഇത്രയൊക്കെയാണ് ശുക്രൻ്റെ പരിഹാരങ്ങളായിട്ട് പറയാനുള്ളത്.